മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും വരെയാണ് നമ്മൾ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ ഫസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് മൊബൈൽ ഡിവൈസിന് വേണ്ടിയിട്ടുള്ള ലേഔട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലത്തെ ഫർദർ കറക്ഷനോട് കൂടി നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ലൈക്ക് ഈ ഹാംബർഗർ ഐക്കൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ മെനൂസ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരാവൂ. കുറച്ച് നെസസറി ആയിട്ടുള്ള കറക്ഷൻസും നമുക്ക് ഇതിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെറ്റ് ഈ നാവിഗേഷൻ ബാറിനെ കറക്റ്റ് ചെയ്യുന്നു. അതും കൂടാതെ ഇതൊന്ന് നമ്മൾ ഇൻസ്പെക്ട് എലമെൻറ്റ് വഴി ഒന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആദ്യം ലേഔട്ട് നോക്കി നോക്കാം. എല്ലാം സിംഗിൾ കോളാണ്. ഓക്കെ, സിംഗിൾ കോളം. ഇത് നമുക്ക് ഡെസ്ക്ടോപ്പ് വ്യൂവിലാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് വ്യൂവിലേക്ക് മാറ്റുമ്പോഴേക്കും കോഡ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം സിംഗിൾ കോളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എക്സെപ്റ്റ് നമ്മുടെ ഈ നാവിഗേഷൻ ബാർ എല്ലാം സ്റ്റാക്ക്ഡ് ഓർഡറിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്പെക്ട് യൂസ് ചെയ്ത് മൊബൈൽ ഡിവൈസസിനെ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മിനിമൈസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 320 പിക്സൽസിലാണ് കാണുന്നത്. 320 പിക്സൽസിൽ വരുമ്പോഴേക്കും കാണുന്നുണ്ടോ, ഒരു ചെറിയൊരു വൈറ്റ് കളർ സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വൈറ്റ് കളർ സ്പേസ് വരാൻ കാരണം ഏതാണെന്ന് നോക്കി നോക്കാം. നമുക്ക് നമ്മുടെ ഈ കാണുന്ന ടെക്സ്റ്റാണ്. വന്നിട്ട് വി പാർട്ട് ഇൻ എഡ്യൂടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റിലാണ് ഈ റൈറ്റ് സൈഡിൽ ടി അവിടെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായി, ഓവർഫ്ലോ ആയി. ഓവർഫ്ലോ ആവുന്ന കാരണം നമ്മുടെ കണ്ടെയ്നർ എന്തായി, എല്ലാം ഷ്രിങ്ക് ചെയ്തിട്ട് ഈ കാണുന്ന വൈറ്റ് കളർ സ്പേസ് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. ഓക്കെ, ഈ ടെക്സ്റ്റാണ് നമുക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. റൈറ്റ്, കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും പുറത്തേക്ക് പോകുന്ന ആ ഒരു അപ്പിയറൻസാണ് വരുന്നത്. ബ്ലൂ കളർ ഹൈലൈറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാരണം H1 സൈസ് ഒന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ ഫോണ്ട് സൈസ് 48 പിക്സൽസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 48 പിക്സൽസ് ഞാൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ആ വൈറ്റ് സ്പേസ് അവിടെ നിന്ന് പോയി. അപ്പോൾ അറൗണ്ട് എനിക്ക് ഈ കാരണം മൊബൈൽ ഡിവൈസിനകത്ത് എനിക്ക് ഈ ഫോണ്ട് 40 പിക്സൽസ് മതി. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു പ്രൈമറി കറക്ഷൻ നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. കോഡോട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റൈലെല്ലാം മൊബൈലിന് വേണ്ടിയിട്ടാണല്ലോ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, 40 പിക്സൽസിലേക്ക് കറക്റ്റ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി റീലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് 40 പിക്സൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 320 പിക്സൽസ് മൊബൈലിനകത്ത് എല്ലാം ഓക്കെയാണ്. ആൻഡ് ഇതിലേക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോഴേക്കും അതിനെക്കാട്ടി കുറച്ചും കൂടി സൈസ് വലുതാണ്, 375 പിക്സൽസ്. അതിലും ഓക്കെയാണ്. അതിനെക്കാട്ടി കുറച്ചും കൂടി ഒന്ന് വലുത് 425. ഓക്കെ, അപ്പോൾ ഇതിലും ഓക്കെയാണ്. ഇനി അടുത്ത ഫർദർ കറക്ഷൻ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അടുത്ത കറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിഗേഷൻ പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറച്ച് കോംപ്ലക്സ് ആയിട്ടും കോഡ് കുറേ കൂടുതൽ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഈ നാവിഗേഷൻ പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമുക്ക് ഈ നാവിഗേഷൻ പാർട്ടിനെ ആദ്യം നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ട ടാസ്ക് ഇത്രയേ ഉള്ളൂ. ഈ ഹാംബർഗർ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ മെനു നമുക്ക് ഓപ്പൺ ചെയ്ത് വരാവൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എലമെൻറ്റ്സിന് ഞാനിവിടെ ആഡ് ഓൺ ചെയ്യാൻ പോകുന്നു. അത് എങ്ങനെയൊക്കെയാണെന്നും ചെക്ക് ചെയ്യാം. ആദ്യം ഈ കാണുന്ന ഡിഫോൾട്ടായിട്ട് ഈ മെനൂസ് ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ലോഗോ ആൻഡ് ഹാംബർഗർ ഐക്കൺ ഇത് രണ്ടും മാത്രമേ നമുക്ക് വിസിബിൾ ആവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ മെനൂസ് എന്ന് പറയുന്നത് ദൈവക്കാരന് 1 2 3 4 5 6 7 ഈ 7 ഐറ്റംസ് ആണ്. 7 ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ 7 എലമെൻറ്റ് അല്ലേ. സോ ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ്, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ, സിക്സ്ത്, സെവൻത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ടോഗിളിന് നമ്മൾ ഓർഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ രണ്ടാമത് വരാൻ കാരണം ടോഗിളിൻ്റെ ഓർഡർ 1 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കവിടെ ലോഗോൻ്റെ സൈഡിലായിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, ഓർഡർ കൊടുക്കാത്തത് ഇതിൽ ലോഗോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായി നമുക്ക് 0ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ വേർഷനകത്ത് ഇത് ഓർഡർ കൊടുത്തിട്ടില്ല. സോ ഡിഫോൾട്ട് അതിനാണ് പ്രയോറിറ്റി കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ഓർഡർ സെറ്റ് ചെയ്തിട്ടുള്ളത് ടോഗിളാണ്, ടോഗിൾ 1. അതുകൊണ്ടാണ് നമുക്കിവിടെ ഓർഡർ കൊടുക്കാത്തത് ഡിഫോൾട്ട് ഫസ്റ്റ് പ്ലേസ്ഡ് ആണ്. പിന്നെ ഓർഡർ കൊടുത്ത ഫസ്റ്റ് എലമെൻറ്റ് ആൻഡ് ഈ 2 എലമെൻറ്റ്സിനും ഓർഡർ 2 കൊടുത്തിട്ടുണ്ടാവും. ഇതിന് നമ്മൾ ഓർഡർ 3 കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് ഈ കാണുന്ന ഇത്രയും എലമെൻറ്റ്സാണ് നമുക്ക് ഡിസേബിൾ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഇത്രയും എലമെൻറ്റ്സിനെ എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? ലോഗോ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പാടില്ല, ടോഗിൾ വരാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലാസ് വേറെയാണ്. ബട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് 7 എലമെൻറ്റ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ നാവ് ഐറ്റം, എവറിത്തിങ് ഈസ് ഓൺ നാവ് ഐറ്റം. ഓക്കെ, അപ്പോൾ ഈ നാവ് ഐറ്റത്തിൻ്റെ ഡിസ്പ്ലേ ഞാൻ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ വേണ്ട. അപ്പോൾ ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്യുന്നുണ്ട്. ബ്രൗസറിനകത്തൊന്ന് ചെക്ക് ചെയ്യാം. കൻ യു സി
ഇപ്പോൾ നമുക്ക് ആ എലമെൻറ്റ്, അതായത് നമ്മുടെ കണ്ടൻ്റ് ഒന്നും നമുക്ക് ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതേ തന്നെ ഡിസ്പ്ലേ ഡിസേബിൾ ചെയ്യാന്ന് വെച്ചെങ്കിൽ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ ഡിസ്പ്ലേ നേവ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഏതൊക്കെയാണ് എൽ ഐ ആണ്. എൽ ഐയുടെ ഡിഫോൾട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ലിസ്റ്റ് ഐറ്റം ആയിട്ടാണ് വരിക. അപ്പോൾ ലിസ്റ്റ് ഐറ്റത്തിന് ബ്ലോക്കിൻ്റെ ഒരു അപ്പിയറൻസ്, അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിതെന്താ ഡിസ്പ്ലേ നണ്ണിലേക്ക് മാറ്റി, അപ്പോൾ നമുക്ക് കാണുന്നില്ല. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മെനൂസ് ലൈക്ക് ഓപ്പൺ ആവാൻ പാടുള്ളൂ, കാണാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും? രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് HTML വെച്ച് തന്നെ നമുക്ക് CSSലൂടെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട്, ജാവാസ്ക്രിപ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള, അതായത് ഡിഫോൾട്ട് ആയിട്ടുള്ളതെന്ന് നമ്മൾ പറയുന്നത് വാനില സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ വാനില ജാവാസ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ്, ഇത് രണ്ടും ഏത് പേര് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് വെച്ച് നമുക്കിത് വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വർക്ക് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി എന്ന് പറയുമ്പോൾ jQuery യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് കസ്റ്റം പ്ലഗിൻ ഉണ്ട് ആ ജാവാസ്ക്രിപ്റ്റിൻ്റെ, അങ്ങനത്തെ പ്ലഗിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള വേറെ ഒരു ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യാതെ ഇൻബിൽഡ് ആയിട്ടുള്ള HTML CSS യൂസ് ചെയ്ത് തന്നെ എങ്ങനെ ഇതിനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഈ ഒരു വർക്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫയലിലൂടെ ഞാനിത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ഇതിനെ വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫയൽ ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻറ്റ് ക്ലാസ് ഫോൾഡറിനകത്ത് തന്നെ ഇതിനെന്ത് ചെയ്യുന്നു, ലൈക്ക് ഹാം ബഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു HTML ഫയൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കോഡ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് നമുക്ക് നേരത്തെ നമ്മൾ കൊടുത്ത പോലെ തന്നെ ഒരു ഐക്കൺ നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു കോഡ് നമ്മൾ ഫോം ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് പാരഗ്രാഫിനകത്ത് നമുക്ക് ആ ഐക്കൺ വരാൻ വേണ്ടിയിട്ട് രണ്ട് പ്രോസസ്സ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ആംപർസാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ കോഡ് ഈക്വൽ എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്യാം, EQUIV സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫയലിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈവ് സെർവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ട് അല്ലേ, ഇതാണ് നമ്മുടെ ഹാംബർഗർ ഐക്കൺ. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ കോഡിൻ്റെ പകരം കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേറൊരു ആൾട്ടർനേറ്റീവ് ചോയ്സും കൂടി ഉണ്ട് നമുക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇത് പോയിട്ടുണ്ടാവും. അടുത്ത കോഡ് എന്ന് പറയുന്നത് ആംബസൺ ഹാഷ് ആൻഡ് 9776 എന്ന് പറയുന്ന ഒരു കോഡും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതാണ് നമുക്ക് വേണം. ഇതിലേതാ വേണ്ടിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനൊന്ന് നമുക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ വർക്കൗട്ട് ചെയ്യാമെന്നൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അതായത് നമ്മൾ ഈ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് എനാബിൾ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യാവുന്ന, അതായത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇൻപുട്ട് ബോക്സ് യൂസ് ചെയ്യുന്നു. ഫോംസ് യൂസ് ചെയ്യാതെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോംസിൻ്റെ പർപ്പസ് ഇവിടെ വരുന്നില്ല ഈ ഇൻപുട്ടിന്. ഓക്കെ, ഇതിൻ്റെ ഇൻപുട്ട് ടൈപ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു ചെക്ക് ബോക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഈ ചെക്ക് ബോക്സിൻ്റെ ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മെനു ഓപ്പൺ ആവണം, വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ മെനു ഓഫ് ആവണം. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ്സിനെയും കണക്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ഇപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം? ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന ചെക്ക് ബോക്സ് ഓൺ ആവണില്ല. ഇനി ഈ കാണുന്ന ഇൻപുട്ടിൻ്റെ ബിഹേവിയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന ഹാംബർഗർ ഐക്കണിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചെക്ക് ബോക്സ് ഓൺ ആവുന്ന രീതിയിലൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഈ ഇൻപുട്ട് ടൈപ്പിന് എന്ത് ചെയ്യുന്നു, ഒരു ലേബിൾ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലേബിൾ. ഓക്കെ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഹലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായി, ഇതിൻ്റെ ഈ കാണുന്ന ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ള ലേബിളല്ല ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഈ കാണുന്ന ലേബിളിനെയും ചെക്ക് ബോക്സിനെയും കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു, അപ്പോൾ നമ്മളിപ്പോൾ ഇതിനല്ല കണക്ട് ചെയ്യുന്നത്, ഈ ലേബിളിലൂടെ ലേബിളിൻ്റെ ഹലോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്ക് ബോക്സ് ഓൺ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇതിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന ഇൻപുട്ടിന് ഒരു ID യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ ലൈക്ക് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ലേബിളിലേക്കാണ് ഈ കാണുന്ന ഇൻപുട്ടിൻ്റെ ബിഹേവിയറിനെ പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ നോക്കി നോക്കൂ, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിത് എനേബിൾ ആവണില്ല. ഹലോ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ചെക്ക് ബോക്സ് എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ലേബിളിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലേബിൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഫോർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ
ഏത് എലമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്? ഈ ഇൻപുട്ട് എലമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇൻപുട്ട് എലമെൻറ്റിനെ എങ്ങനെ ലേബിൾ എലമെൻറ്റ് ഡിറ്റക്ട് ചെയ്യും? ബൈ യൂസിങ് ഇറ്റ്സ് ഐ ഡി. അപ്പോൾ ഐ ഡി എന്താ കൊടുത്തിട്ടുള്ളത്? നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാസ്റ്റിങ്ങിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഫോറിനകത്തേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി ഞാൻ ചെക്ക് ചെയ്യാണ് വെച്ചെങ്കിൽ ലൈക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്തായി? ഈ ഹലോനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും ചെക്ക് ബോക്സ് എനാബിൾ ആയി. അപ്പോൾ നമുക്ക് വേണ്ടത് ഹലോ അല്ല വേണ്ടത്, ഈ കാണുന്ന ഹാംബർഗറിനെ വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചെക്ക് ബോക്സ് ഓൺ ആവണം. അപ്പോൾ ഈ എലമെൻറ്റ് കണ്ടൻറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഹലോൻ്റെ പകരം യൂസ് ചെയ്യുന്നു. അപ്പോൾ പാരഗ്രാഫിന് എന്ത് ചെയ്തു? ലേബിളിനകത്തേക്ക് ഞാൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കൻ യു സി? ഓക്കെ, വർക്കാവുണ്ട്. അപ്പോൾ ഇത് ക്ലിക്കബിളായി മാറണല്ലോ. ഇപ്പോൾ നമുക്കിത് കർസർ ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, കർസറിൻ്റെ ഐക്കനാണ് വരണം നമുക്ക്. അപ്പോൾ പോയിൻറ്റഡ് ഏറോ കർസർ വരണം. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നു? ഓക്കെ, അപ്പോൾ സ്മാർട്ടായിട്ട് ഞാൻ തിങ്ക് ചെയ്ത് ഇതിനെ എയിലേക്ക് മാറ്റുകയാണെങ്കിലോ? എ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ HRF എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യുന്നു, സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? അത് കർസർ വന്നു. ബട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എനേബിൾ ആവുന്നില്ല. അപ്പോൾ ഇതൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ കാണുന്ന എലമെൻറ്റിനെ ഒരിക്കലും ആങ്കർ ടാഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പാരഗ്രാഫ് തന്നെ മതി. ഓക്കെ, ഇനിയിപ്പോൾ പാരഗ്രാഫ് നമുക്ക് കോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചെങ്കിൽ സ്പാൻ എന്ന് പറയുന്ന എലമെൻറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്പാനിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാനൊക്കെ നമ്മൾ സ്പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലൈക്ക് ദിസ്. അപ്പോൾ സ്പാൻ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ജോയിനസ് ഇതൊരു H1 ആണ്. H1നകത്ത് ചെറിയൊരു പോർഷൻ നമുക്ക് ഓറഞ്ചിലേക്ക് മാറ്റണം, അതിനുവേണ്ടി സ്പാൻ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന എലമെൻറ്റിനെ സ്പാനിലേക്ക് മാറ്റുന്നുണ്ട്. ലൈക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരണതിൽ. ബട്ട് ഇപ്പോഴും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ക്ലിക്കബിൾ ആണ്. നേരത്തെ കാട്ടി ഇപ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പാൻ യൂസ് ചെയ്യാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓക്കെ വർക്കാവുന്നുണ്ട്. നേരത്തെ പാരഗ്രാഫ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കറക്റ്റായി വന്നിരുന്നില്ല. ഈ കാണുന്ന ഇൻ ബിറ്റ്വീൻ സ്പേസിലേക്ക് പോകുമ്പോൾ നമുക്ക് സെലക്റ്റബിൾ ആയിരുന്നില്ല. ഇപ്പോൾ കറക്റ്റ് ആവുന്നുണ്ട്. ഇനി ആകെ ഒരു കാര്യം കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഇതിൻ്റെ ഈ കാണുന്ന പോയിൻറ്റഡ് എയറോൻ്റെ പകരം ഒരു നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കർസർ ഇതിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് സ്റ്റൈൽ ചെയ്താലും മതി. അപ്പോൾ എങ്ങനെ നമ്മൾ സ്റ്റൈൽ ചെയ്യും? CSSനകത്ത് ഇപ്പോൾ ഞാൻ വേറെ CSSലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇൻബിൽഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ CSS തന്നെ യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഏതാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്? ഓക്കെ, സ്പാനിനെ പോയിൻ്ററാക്കി മാറ്റണം. അപ്പോൾ സ്പാൻ ടാഗിൻ്റെ അകത്ത് കർസർ പോയിൻ്റർ എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ കണ്ട ഈ ഒരു ആരോ മാർക്കല്ല നമുക്കിവിടെ വരുന്നത്, ഇവിടെ പോയിൻ്റർ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുന്നു, ആക്ടിവായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈ ഫയലും നമുക്ക് വേണ്ട. ഈ കാണുന്ന സെയിം പ്രൊസീജിയർ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് ഞാൻ യൂസ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ നമ്മുടെ അൺഓർഡർ ലിസ്റ്റിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണ് നമുക്ക് ആ ഒരു കർസറിൻ്റെ ലെവൽ വരുന്നത് അല്ലേ? ഈ കാണുന്ന ലൊക്കേഷനിലാണ് നമുക്ക് കർസറിൻ്റെ ലെവൽ വരുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് ആൻഡ് ID ഹാം ബർഗർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ കാണുന്ന LI. ഓക്കെ, LIനകത്തുള്ള ഈ കാണുന്ന എലമെൻ്റാണ്. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ ടെക്സ്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്പാനിനകത്തേക്ക് പേസ്റ്റ് ചെയ്യാണ്. മനസ്സിലായ? ഓക്കെ, ഇനി ഈ കാണുന്ന സ്പാനിനെ ഒന്നുകൂടി കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലേബിളിനകത്തേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ലേബിളിനകത്ത് ഇതിന് ഞാൻ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലേബിളിൽ ഞാൻ എനിക്ക് എന്താ മെൻഷൻ ചെയ്യേണ്ടത്? ഇപ്പോൾ ലൈക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക? ഈ ഇൻപുട്ടിൻ്റെ ബിഹേവിയറാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻപുട്ടിൻ്റെ ID എന്താണോ അതിന് നമ്മൾ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ലേബിളിലേക്ക് കാസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് എനാബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു ചെക്ക് ബോക്സ് ഇവിടെ കാണുന്നില്ല. ഓക്കെ, അത് ഒന്ന് എനാബിൾ ചെയ്യാം. ഇപ്പോൾ എവിടെയാണ് നമ്മുടെ ചെക്ക് ബോക്സിനൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്പെക്റ്റിനകത്ത് നമ്മുടെ ചെക്ക് ബോക്സ് ഇതാണ് നമ്മുടെ ഇൻപുട്ട് വരുന്ന എലമെൻറ്റ്. LI കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് LI കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ LI കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മുടെ ചെക്ക് ബോക്സ് എടുക്കുന്നത്. കനിസി. അപ്പോൾ ഇവിടുന്നും എനിക്ക് എനാബിൾ ചെയ്യാം.
അല്ലെങ്കിൽ ഈ കാണുന്ന ഹാംബർഗറിൽ വെച്ചിട്ടും എനാബിൾ ചെയ്യാം. യെസ്, ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ എഫക്റ്റീവായിട്ട് നമുക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ കാണുന്ന സ്റ്റെപ്പ് ഓക്കെ ആണോ? ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന എലമെൻറ്റിന് നമ്മുടെ വിഷ്വലിലേക്ക് ഇത് മാച്ച് അല്ല. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒഴിവാക്കാൻ പോവുകയാണ്. പകരം ഇവിടെ വെച്ച് തന്നെ ഈ കാണുന്ന എലമെൻറ്റിലൂടെ മെനുവിന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ശരി, ഇപ്പോൾ തന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഈ കാണുന്ന ചെക്ക് ബോക്സിൽ വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഡിസ്പ്ലേ നന്നുള്ളത് ബ്ലോക്കിലേക്കും, വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലോക്കിൽ നന്നിലേക്കും ഇത് പോകണം. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, കോഡിനകത്ത് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കോഡ് റൗണ്ട് ബട്ടൺ അതെല്ലാം കഴിഞ്ഞിട്ട് ടോഗിൾ കഴിഞ്ഞതിന് ശേഷം ബാനറിൻ്റെ സ്റ്റൈൽസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഓക്കെ ഏതിനാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഇൻപുട്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇൻപുട്ടിനെ എന്ത് ചെയ്യുന്നു ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഇൻപുട്ടിൻ്റെ ഈ ഒരു സ്റ്റേറ്റിനെ, അതായത് ലൈക്ക് ഈ കാണുന്ന സ്റ്റേറ്റിനെ നമ്മൾ പറയണത് ചെക്ക്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ചെക്ക്ഡ് എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇൻപുട്ട് ചെക്ക്ഡ് ആണെങ്കിൽ ഓക്കെ എന്താ എനിക്ക് വേണ്ടത്, ഈ ഇൻപുട്ടിൻ്റെ താഴെയില്ല, അതായത് താഴെ എന്ന് പറയുമ്പോൾ ഇതിന് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് LIനകത്തുള്ള ലേബിൾ. ഓക്കെ, ഈ ലേബിളിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ഹാംബർഗർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതിനകത്ത് തന്നെ നേരിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ ടോഗിളിനെയാണ് എനിക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻപുട്ട് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എവിടെയോ ഉള്ള നമ്മുടെ കണ്ടൻറ്റ്, അപ്പോൾ എവിടെയല്ല നമ്മുടെ കണ്ടൻറ്റ് കിടക്കുന്നത് എവിടെയാണ്, നാവ് ലിസ്റ്റാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മൾ വേരിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ലൈക്ക് ഡോട്ട് nav -list. ഓക്കെ, അപ്പോൾ നാവ് ലിസ്റ്റിന് എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡിസ്പ്ലേ നണിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. സേവ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുമെന്ന് നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ട്, ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ പ്രോബ്ലം വന്നു കൊടുക്കുന്നത്, ഇൻപുട്ടിനെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാനിപ്പോൾ കൊടുത്തു കൊടുക്കുന്ന സെലക്ടർ ഏതാ, സ്പേസ് ആണ്. അപ്പോൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഇൻപുട്ടിനകത്താണോ നേവ് ലിസ്റ്റ് കിടക്കുന്നത്, ആണോ? ഇവിടെ ഇൻപുട്ട് വരുന്നുണ്ട്, ഇൻപുട്ടിൻ്റെ ഈ കാണുന്ന ടാഗിൻ്റെ അണ്ടറിൽ ഏതെങ്കിലും കിടക്കുന്നുണ്ടോ നമ്മുടെ ഈ നാവ് ലിസ്റ്റ്? അല്ല, ഇൻപുട്ടിൻ്റെ പാരൻ്റ് ആണ് നാവ് ലിസ്റ്റ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്യാം? അപ്പോൾ ഇത് ഒന്ന് പോകാൻ വഴി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന എലമെൻറ്റിനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പാരൻറ്റിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായി, കണ്ടെയ്നറിനകത്ത് ഒരു ഇൻപുട്ടും വന്നിട്ടുണ്ട്, പ്ലസ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ നാവ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായി, ഈ കാണുന്ന എലമെൻറ്റും ഈ കാണുന്ന എലമെൻറ്റിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ചൈൽഡ്, ഇറ്റ് ഈസ് സിബ്ലിംഗ്. അപ്പോൾ സിബ്ലിംഗ് സെലക്ടർ വേണം യൂസ് ചെയ്യാൻ. സിബ്ലിംഗ് സെലക്ടർ യൂസ് ചെയ്യാൻ രണ്ട് സെലക്ടർ ഉണ്ട്. ഒന്ന് പ്ലസ് എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ പറയുന്നത് അഡ്ജസൻറ്റ് സിബ്ലിംഗ് സെലക്ടർ. ഇത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന എലമെൻറ്റ് തൊട്ട് താഴെ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, വർക്ക് ആവുന്നില്ല. ഓക്കെ, അഡ്ജസൻ്റെ പകരം ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ലൈക്ക് ഒരു ടൈഡ് കീ യൂസ് ചെയ്യുന്നുണ്ട്. കനിസിനോ? പക്ഷേ ഇപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കണ്ടൻറ്റും ഇവിടുന്ന് ഒഴിവായിട്ടുണ്ട്. ഏതൊക്കെയാ? എല്ലാ മെനൂസും നമുക്ക് ഒഴിവായി, ഇൻക്ലൂഡിങ് ലോഗോ എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനാബിൾ വർക്ക് ആവുന്നുണ്ട്. ആദ്യം ഈ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം. ഈ കാരണം ഫണ്ട് ടു ഇതെല്ലാം അവിടെ തന്നെ, ഫണ്ട് ടു ആൻഡ് ഐക്കൺ ഇത് രണ്ടും അവിടെ നിൽക്കണം, ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഹൈഡായി പോകണം. അപ്പോൾ അതിനെങ്ങനെ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നാവ് ലിസ്റ്റ് അല്ല എനിക്ക് ഹൈഡ് ചെയ്യേണ്ടത്, നാവ് ലിസ്റ്റിനകത്തുള്ള ഈ നാവ് ഐറ്റമാണ് എനിക്ക് ഹൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ നാവ് ലിസ്റ്റിനകത്തുള്ള ഡോട്ട് നാവ് ഐറ്റംസ് ആണ് ഹൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നുകൂടി റീഫ്രഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നൗ ഇറ്റ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത് സിബ്ലിംഗ് സെലക്ടറിൻ്റെ പ്ലസ് അല്ല, ഈ ടൈഡ് കീ. ഓക്കെ, അപ്പോൾ ഈ ടൈഡ് കീ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സിബ്ലിംഗ് അല്ല, ജനറൽ സിബ്ലിംഗ്. അപ്പോൾ ഈ ഇൻപുട്ട് എന്ന് പറയുന്ന എലമെൻറ്റ് ഈ കാണുന്ന അഡ്ജസൻറ്റ്, അതായത് സിബ്ലിംഗ്, ഈ സിബ്ലിങ്ങിനകത്തുള്ള ഏത് എലമെൻറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ നാവ് ഐറ്റം എന്ന് പറഞ്ഞ എല്ലാ കണ്ടൻസും. അപ്പോൾ ഈ നാവ് ഐറ്റം ഏതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 7 മെനൂസിന് യൂസ് ചെയ്തിട്ടുണ്ട്, ടോഗിളിന് യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ ലോഗോന് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ലോഗോ,
ടോഗൽ ഇത് രണ്ടും അവിടെ നിന്ന് എന്തായി നമുക്ക് ഒഴിവായി കിട്ടും. പകരം ബാക്കിയുള്ള എല്ലാ ചിൽഡ്രൻസും നമുക്ക് എന്തായി ഹൈഡായി. അപ്പോൾ ഈ ഒരു സെലക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ജനറൽ സിബ്ലിംഗ് എന്ന് പറഞ്ഞാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിന് ചെക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന ജനറൽ സിബ്ലിംഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതിനെ പോയിന്റ് ചെയ്യുന്നു, നാവ് ലിസ്റ്റിനകത്തുള്ള എല്ലാ നാവ് ഐറ്റംസിൻ്റെയും ഡിസ്പ്ലേ നണ്ണിലേക്ക് മാറണം. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്താ കാണാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്കിത് കാണുന്നുണ്ട്. അപ്പോൾ നാവ് ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം, ഡിസേബിൾ കൊടുക്കണം ഡിഫോൾട്ടായിട്ട്. അപ്പോൾ നാവ് ഐറ്റത്തിൻ്റെ സ്റ്റൈൽ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ നന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഹൈഡാണ്. ഇനിയിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് എനാബിൾ ചെയ്ത് വരണം. എനാബിൾ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ഞാൻ എന്ത് ചെയ്യും, ലൈക്ക് ബ്ലോക്കിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ എനാബിൾഡ്, വീണ്ടും ഇതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസേബിൾഡ്. അപ്പോൾ ഈ എനാബിൾ ഡിസേബിൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് ആണ്. ബിക്കോസ് ചെക്ക് ബോക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യുകയും ചെയ്യാം, ഡീസെലക്ട് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. റേഡിയോ ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ കാര്യം നടക്കില്ല. ബിക്കോസ് റേഡിയോ ബട്ടണിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ, ഡീസെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനില്ല. അപ്പോൾ ഇൻബിൽഡ് ആയിട്ടുള്ള ഈ നമ്മുടെ HTML എലമെൻറ്റിൽ ചെക്ക് ബോക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ മെനൂസിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ഇൻ്റർഫേസിൽ ഇത് ആവശ്യമില്ല, ഈ കാണുന്ന ചെക്ക് ബോക്സ് ആവശ്യമില്ല. പകരം ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, എനേബിൾ ചെയ്യും. കാരണം എന്താ, ഇപ്പം ഞാൻ ഈ കാണുന്ന ചെക്ക് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസിനെ ഈ എനേബിൾ ചെയ്യുന്നതും ഡിസേബിൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നതും അൺചെക്ക് ചെയ്യുന്ന ആ ബിഹേവിയറിനെ ഈ കാണുന്ന ഐക്കണിലേക്ക് കാസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബൈ യൂസിങ് ID. ഈ IDനെ നമ്മൾ എവിടെ യൂസ് ചെയ്തു, ലേബിളിനകത്ത് യൂസ് ചെയ്തു. ഓക്കെ, ഇനി ലേബിളിനകത്ത് ഏത് എലമെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത്, സ്പാനിനകത്ത് ഈ കാണുന്ന എലമെൻറ്റ്. സ്പാനിൻ്റെയും ആവശ്യമില്ല, ബട്ട് നിങ്ങൾക്ക് മോർ സ്റ്റൈലൈസ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഐക്കൺ ഒന്നുകൂടി സൈസ് വലുതാക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ സ്പാനിനകത്തോ അല്ലെങ്കിൽ സ്പാനിന് ഒരു ക്ലാസ്സോ കൊടുത്തിട്ട്, ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാം, ഹാം ഐക്കൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ ഹാം ഐക്കൺ വഴി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് സ്പാനിനകത്ത് കൊടുത്തു കൊടുക്കുന്നത്. നേരിട്ട് നിങ്ങളുടെ ഈ ലേബിളിനകത്ത് ഈ കാണുന്ന കീ കൊടുത്താലും ഇത് വർക്കൗട്ട് ആവും, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മളിത് ഈ കാണുന്ന ഇൻപുട്ട് ബോക്സ്, ഇൻപുട്ടിൻ്റെ ആ ഒരു അപ്പിയറൻസ് അവിടെ വേണ്ട. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇൻപുട്ടിൻ്റെ ഡിസ്പ്ലേ നന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ വിഷ്വലിലേക്ക് ഇൻപുട്ട് വരുന്നില്ല. അതേസമയം ഇൻപുട്ടിൻ്റെ ബിഹേവിയർ എല്ലാം ഈ കാണുന്ന ഐക്കണിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് അതിൻ്റെ ചെക്ക്ഡ് അൺചെക്ഡ് ബിഹേവിയർ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും, സെയിം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഹാഫായി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്, എങ്ങനെ നമ്മളിതിനെ വർക്കൗട്ട് ചെയ്യാനുള്ള കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡിഫോൾട്ടായിട്ട് തന്നെ നിങ്ങളുടെ പേജിനെ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന മെനു കാണില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മെനു കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നാവ് ഐറ്റത്തിൻ്റെ ഡിസ്പ്ലേ നന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് താഴെയുള്ള മെനു കാണാത്തത്. എന്നിട്ട് ഈ ഹാംബർഗർ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പണായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പ്രോപ്പർട്ടി CSSലൂടെ നമ്മൾ കൊടുത്തു. ലൈക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാവ് ഐറ്റത്തിൻ്റെ ഡിസ്പ്ലേ നേരത്തെ ഉണ്ടായിരുന്ന നണ്ണിൽ നിന്ന് നമുക്ക് എന്തായിരിക്കണം, ബ്ലോക്കിലേക്ക് മാറണം. അപ്പോൾ നാവ് ഐറ്റത്തിൻ്റെ ഡിസ്പ്ലേ ബ്ലോക്കിൽ മാറിയിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ. സോ നമുക്കത് കാണാൻ തുടങ്ങി. വീണ്ടും ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് സ്വിച്ച് ആവും. സ്വിച്ച് എവിടേക്ക് മാറുന്നത്, നാവ് ഐറ്റത്തിൻ്റെ ഡിസ്പ്ലേ നണ്ണിലേക്ക് പോകും. നാവ് ഐറ്റത്തിൻ്റെ ഡിസ്പ്ലേ നണ്ണിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഈ കാണുന്ന വർക്കിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലേഔട്ടും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഇത്രയേ ഉള്ളൂ, മൊബൈൽ റെസ്പോൺസീവ് ആയിട്ട് വരണം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ മെനൂസിന് ഇത്രയും ഹൈറ്റ് വേണ്ട, ഇതും കൂടി ഒന്ന് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ മെനുവിന് ഹൈറ്റ് ഇത്രയും വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ടെയ്നർ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നറിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. കണ്ടെയ്നറിൻ്റെ പ്രോപ്പർട്ടീനകത്ത് ഇതിൻ്റെ പാഡിങ് ടോപ്പ് ബോട്ടം 70 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഹൈറ്റിൽ നമുക്കിത് കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ഇവിടുന്ന് 70 ഉള്ളത് ഇവിടെ ഞാൻ 14 13 മാറ്റുകയാണെന്ന് വെച്ചാൽ എന്തായി, എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തത് ഇവിടെയും 17 30ലേക്ക് മാറും. ഈ കാണുന്ന കണ്ടെയ്നറിനകത്ത് മാറും, എല്ലായിടത്തും മാറും. അപ്പോൾ ഈ കാണുന്ന നാവിന് വേണ്ടി മാത്രമല്ല ഒരു സ്റ്റൈൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ ആൾറെഡി നാവിനകത്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കണ്ടെയ്നറിനെ ഈ കാണുന്ന എക്സ്ട്രാ സ്പേസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, നാവ് സ്പേസ് റിമൂവർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, പാഡിങ്, ഓക്കെ, ടോപ്പ് ബോട്ടം എനിക്ക് ഒരു 30 പിക്സൽസ് മതി, ലെഫ്റ്റ് റൈറ്റ് എനിക്ക് വേണ്ട. അപ്പോൾ ഈ നാവ് സ്പേസ് റിമൂവർ എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മുടെ കണ്ടെയ്നറിനോടൊപ്പം കണക്ട് ചെയ്താൽ മതി.
മോഡിഫയർ ആയിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. സേവ് ചെയ്യേണ്ട ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ നാവ് ബാറിൽ മാത്രമേ അത് 30 പിക്സൽസ് വരുന്നുള്ളൂ. ഓക്കെ, ഡൺ. ബാക്കി ഒരു സ്ഥലത്തും നമുക്ക് മാറി വരുന്നില്ല. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ കാണുന്ന മൊബൈൽ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഹാംബർഗർ ഐക്കൺ യൂസ് ചെയ്ത് നമ്മുടെ മെനൂസിനെ കൊളാപ്സ് ചെയ്യിപ്പിക്കാം, എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാം എന്നുള്ള കണ്ടന്റാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ അടുത്ത് ടാബ്ലറ്റ് മോഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടാബ്ലറ്റ് മോഡിലേക്ക് പോകുമ്പോഴേക്കും എനിക്ക് എന്താ വേണ്ടത് വെച്ചെങ്കിൽ ഇതെല്ലാം ഓക്കെ, കുഴപ്പമില്ല. ഈ കാണുന്ന കണ്ടന്റ് എല്ലാം സിംഗിൾ കോളത്തിലാണ് കിടക്കുന്നത്. ഇതൊന്നും എനിക്ക് 2 കോളം, സോ 1 2 3 4 ഇങ്ങനെയാണ് നമുക്ക് മാറേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന അവർ സർവീസസ് ലെഫ്റ്റും അതർ സ്റ്റഫ് റൈറ്റിലും വരണം. ഓക്കെ, ആൻഡ് താഴെ ഇതുപോലെ തന്നെ നമ്മുടെ ഐക്കൺ കിടന്നോട്ടെ. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യാൻ പോകുന്നു. ഈ ഒരു പാർട്ട് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നു. പ്ലസ് ഇതൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ലെവൽ ഡെസ്ക്ടോപ്പാണ്, ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ്. ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്താ വേണ്ടിച്ചെങ്കിൽ നമ്മുടെ ഈ കാണുന്ന ഹാംബർഗർ ഐക്കൺ ഇവിടുന്ന് റിമൂവ് ആയി പകരം നമ്മുടെ മെനൂസ് എല്ലാം ഇവിടേക്ക് കലക്ട് ആവുന്ന രീതിയിൽ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ്, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഒരിക്കൽ ഒരു ബേസ് സ്റ്റൈൽ മൊബൈലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെ അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യും, ഈ കാണുന്ന എലമെൻറ്റ്സ് ഒക്കെ 2 കോളംസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇത് നമുക്ക് എന്താവും, നമുക്ക് 3 കോളം ബേസ്ഡ് ആയിട്ട് വർക്കാവും. ഇത് നമുക്ക് 2 കോളം ബേസ്ഡ് ആയിട്ട് വർക്കാവും. ഇത് സിംഗിളായിട്ട് തന്നെ. ഓക്കെ, ഇത് 2 കോളം ബേസ്ഡ്. അപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പോഴേക്കും കൂടുതൽ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം നമുക്ക് ലൈക്ക് 4 കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, അതർ സ്റ്റെപ്പ് 3rd കോളം, ഐക്കൺസ് 4th കോളം, ഇങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടാബിൻ്റെ സ്റ്റൈൽസിലേക്ക് ക്വിക്കായിട്ട് നമുക്കൊന്ന് മോഡിഫൈ ആവാം. ഓക്കെ, അതായത് ഈ കാണുന്ന ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ തിങ്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഒന്ന് മാറാം നമുക്ക്. ഇപ്പോൾ നമുക്ക് ഈ ടാബിലേക്ക് വരുമ്പോഴേക്കും ആദ്യം ചെയ്യാൻ പോകുന്നത്, ഈ കാണുന്ന കണ്ടെയ്നറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കൊരു ഇമേജ് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇമേജ് എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ എനിക്ക് എന്താ വേണ്ടത് വെച്ചെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിഫോൾട്ട് ആയിട്ടുള്ള എല്ലാ സ്റ്റൈൽസും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ മാറാൻ പോകുന്നത് ടാബിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈലാണ്. അപ്പോൾ ഏത് സൈസിലേക്ക് എത്തുമ്പോഴാണ് നമുക്കിത് മാറണം നോക്കുക. 768 പിക്സൽസിലേക്ക്, ഇത് ഈ കാണുന്ന വാല്യൂവിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മാറേണ്ടത് വിത്ത്. അപ്പോൾ ഇവിടെ മൊബൈലിന് വേണ്ടിയിട്ടുള്ളത്, സോ മൊബൈലല്ല, ടാബ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അറ്റ് മീഡിയ ഇനി യൂസ് ചെയ്യാൻ പോവുകയാണ്. മീഡിയ യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അറ്റ് മീഡിയ ക്വയറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ റെസ്പോൺസീവ് ആയിട്ട് കൂടുതൽ ബിഹേവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അറ്റ് മീഡിയ യൂസ് ചെയ്യുന്നു. അറ്റ് മീഡിയ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് 2 പ്രോപ്പർട്ടീസ് വേണം. മീഡിയയുടെ ടൈപ്പ് എന്താണുള്ളത്. ഓക്കെ, അപ്പോൾ ഏതാണ് ടൈപ്പ് വെച്ചെങ്കിൽ ആ ടൈപ്പ് യൂസ് ചെയ്യണം. മീഡിയ സ്ക്രീൻ ആണ് വെച്ചെങ്കിൽ സ്ക്രീൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യണം. ഇനി പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്യുക. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് പ്രോപ്പർട്ടി, മീഡിയ ക്വയറി പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്യുന്നത്. മിൻ വിത്ത്, മാക്സ് വിത്ത്, റെസൊല്യൂഷൻ, പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓറിയൻറ്റേഷൻ, ലാൻഡ്സ്കേപ്പ് ആണോ അതോ പോർട്രേറ്റ് ആണോ, ഇങ്ങനെയൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എക്സാം പർപ്പസ് ആണല്ലോ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരില്ല. പ്രൊഫഷണൽ ആയിട്ട് ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുന്നവർക്ക് അതൊക്കെ കൂടുതൽ പഠിക്കുക സെൽഫായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിനെ മിൻ വിത്ത് എത്ര പിക്സൽസിലേക്ക് എത്തുമ്പോൾ 768 പിക്സൽസിലേക്ക് എത്തുമ്പോൾ എനിക്ക് എന്തൊക്കെയാണ് സ്റ്റൈൽസ് വേണ്ടതെന്നത് ഇവിടെ മെൻഷൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്നുകൂടി നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചെങ്കിൽ ഈ കാണുന്ന ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ എന്താ മീൻ ചെയ്യുന്ന വെച്ചെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമുക്ക് വരുന്ന പ്രോപ്പർട്ടി അവിടെ എടുത്തോളും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഷ്രിങ്ക് ചെയ്ത് പോവുക കോഡിന്. അപ്പോൾ അറ്റ് മീഡിയ മിനിമം വിത്ത് 768 പിക്സലിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്. ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മുടെ ബാനറാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ബാനറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈൽ ഏതാണെന്ന് നോക്കുക. കോഡിനകത്ത് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് നാവിഗേഷൻ ബാർ കഴിഞ്ഞിട്ട് ഇത് ഈ കാണുന്ന ബാനർ എന്ന് പറയുന്ന ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ബാനറിനെ എങ്ങനെയാണ് നിങ്ങളുടെ ബേസ് സ്റ്റൈൽസ്, അതായത് മൊബൈലിനകത്ത് യൂസ് ചെയ്ത് കൊടുക്കുന്നത്, അത് ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം ബേസിനകത്ത് ഒരു രീതിയിലും പിന്നെ ടാബിനകത്ത് വേറൊരു രീതിയിലും നമ്മൾ ക്ലാസ്സിനെ മെൻഷൻ ചെയ്യാന്ന് വെച്ചെങ്കിൽ വർക്കൗട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കറക്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാനർ എന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടീനെ ലൈക്ക് നമ്മുടെ ലാസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക,
മീഡിയനകത്ത് മെയിൻ കേളി ബ്രേസ് വന്നിട്ടുണ്ടാവും. ഈ കേളി ബ്രേസിനകത്താണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടീസിന് 1 by 1 ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ് കൊടുത്തു കൊടുക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിനി വേണ്ട. അതിൻ്റെ പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇമേജ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ URL-ലൂടെയാണ് കോൾ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് CSS ഫയലാണ്. നിങ്ങളുടെ ലൊക്കേഷൻ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഏതിനകത്താണ്, ഇതാണ് നമ്മുടെ ഫോൾഡർ. ഈ ഫോൾഡറിനകത്ത് CSS-നകത്താണ് ഇപ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമേജിനെ എങ്ങനെ കോൾ ചെയ്യാൻ പറ്റും? നേരിട്ട് ഇമേജ് എന്ന് പറഞ്ഞ് ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിന് നമുക്കിവിടെ കോൾ ചെയ്യാൻ പറ്റില്ല. റീസൺ, ഈ കാണുന്ന CSS ഫയലിൻ്റെ ലൊക്കേഷനിൽ എവിടെയെങ്കിലും ഇമേജസ് ഉണ്ടോ? ഇല്ല. എവിടെയാണ് കിടക്കുന്നത്? ഒരു സ്റ്റെപ്പ് ബാക്ക്വേർഡ് പോകണം, എന്നാലാണ് ഇമേജ് കാണുള്ളൂ നമുക്ക്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നേരിട്ട് ഇമേജ് കൊടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, // അപ്പോൾ ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ // വയ്ക്കുമ്പോഴേക്കും നമ്മുടെ കോഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഇമേജസിനകത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ബാനർ എന്ന് പറഞ്ഞ ഇമേജാണ്. സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ വരുമ്പോൾ നമ്മുടെ ബാനറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വരുന്നില്ല. ഈ കാണുന്ന 3 മൊബൈൽ ഡിവൈസസിനകത്തും ഇല്ല. എപ്പോൾ നമ്മുടെ സ്ക്രീൻ 768 മാറണോ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഇമേജ് നമുക്ക് തുടങ്ങുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ കണ്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തു, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് നമുക്കിന്ന് ഇനി ഡിസ്കസ് ചെയ്യാം. എങ്ങനെ ഈ കാണുന്ന റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ട് നമ്മുടെ ചെറിയൊരു ഇമേജ്, ഇത്രേ വരുന്നുള്ളൂ ഇമേജിൻ്റെ വിത്ത്. അപ്പോൾ ഈ കാണുന്ന ഇമേജിനെ എന്ത് ചെയ്യണം, നമുക്ക് ഈ സ്ക്രീനിലേക്ക് നമ്മൾ കറക്റ്റ് ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് സൈസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ബാക്ക്ഗ്രൗണ്ട് സൈസ് എങ്ങനെ വേണ്ടത് നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പറയണം. സേവ് ചെയ്യേണ്ട ബ്രൗസറിൽ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തായി, നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫുള്ളായിട്ട് കവർ ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കണ്ട, ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജ് ടോപ്പ് ലെഫ്റ്റിൽ നിന്നാണ് സ്ട്രെച്ച് ആവുന്നത്. മനസ്സിലാവണ്ട, റൈറ്റ് സൈഡിലേക്കാണ് അതിൻ്റെ ഏരിയസ് കൂടുതൽ കാണുക. അങ്ങനെയല്ല എനിക്ക് വേണ്ടത്. നമ്മുടെ ഈ കാണുന്ന ഒറിജിനൽ ഇമേജിനകത്ത് ആ ഇമേജിൻ്റെ സെൻറ്ററിൽ നിന്ന് എനിക്ക് സ്ട്രെച്ച് ആവോ അല്ലെങ്കിൽ ഹൈഡ് ആവോ ചെയ്യണം. ഇമേജ് ശരിക്കും എന്താ റീസൈസ് ആവുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം സെൻറ്ററാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു, നമ്മൾ സെൻറ്ററിൽ നിന്നാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടോ? റൈറ്റ്. അപ്പോൾ നമ്മുടെ ഇമേജ് ലെഫ്റ്റും ഗ്രോ അപ്പ് ആവും, റൈറ്റും ഗ്രോ അപ്പ് ആവും. ഇനി ഈവൻ ഇതിൻ്റെ ഹൈറ്റ് ചെറുതായിട്ട് കൊടുത്ത കാരണം നമുക്ക് ഇത്രയും വന്നു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഹൈറ്റൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാം, എങ്ങനെയാണ് വേണ്ടതുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടന്റ്. ഫ്ലെക്സ് ബോക്സ് ആയതുകൊണ്ട് കണ്ടന്റ് എത്രത്തോളം വലുതാവുന്നു. അപ്പോൾ കണ്ടന്റ് ഹൈറ്റ് കൂടുന്തോറും ഇമേജിൻ്റെ ഹൈറ്റ് നമുക്ക് കൂടുതൽ വരും. കണ്ടന്റ് ഹൈറ്റ് കുറയും തോറും ഇമേജിൻ്റെ ഹൈറ്റ് കുറഞ്ഞു പോകും. അത് ഡിഫോൾട്ടാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിനെന്ത് ചെയ്യാം നിങ്ങൾക്ക്, ഓക്കെ എൻ്റെ ബാനറിന് ഇത്രയല്ല ഹൈറ്റ് വേണ്ട, എനിക്ക് ഹൈറ്റ് എനിക്കൊരു 500 പിക്സൽസോളം വേണം മെൻഷൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ലൈക്ക് ബാനർ ഈ കാണുന്ന ഡിവൈസിലേക്ക് വരുമ്പോൾ 500 പിക്സൽസ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 800 പിക്സൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. കാണുന്നുണ്ടോ, ഹൈറ്റ് കൂടിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു വ്യൂ നമുക്ക് വേണ്ട. ഡിഫോൾട്ടായിട്ട് എത്ര ഹൈറ്റ് വരുന്ന വെച്ചാൽ ഹൈറ്റ് എടുത്തോട്ടെ, ഹൈറ്റ് നമുക്ക് വേണ്ടി വരില്ല. ഓക്കെ, മനസ്സിലാവണ്ട. ഹൈറ്റ് ഒന്നും കൂടി ഞാൻ എനേബിൾ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, വലിയ സ്ക്രീനിനകത്തും ആ ഹൈറ്റ് അതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ സ്പേസസും ബോറായിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എലമെൻറ്റ്സ് ഒക്കെ സെൻട്രലൈസ് ചെയ്തിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ബട്ട് എനിക്ക് ഹൈറ്റിനെ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാനറിൻ്റെ പാർട്ടിലേക്ക് വരുമ്പോഴേക്കുള്ള കറക്ഷൻസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എഫക്റ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, ഇപ്പോൾ ഇവിടെ ഈ വൈറ്റ് കളർ ടെക്സ്റ്റൊക്കെ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പ്ലേക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഇത് വലിയ ഫോണ്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബട്ട് ഇവിടെ വരുമ്പോഴേക്കും നമുക്കത് റീഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ലൈക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിന്, ബാക്ക്ഗ്രൗണ്ട് അല്ല ടെക്സ്റ്റിൻ്റെ കളറിന്. അപ്പോൾ ടെക്സ്റ്റിനെ എങ്ങനെ നമുക്ക് പോയിന്റ് ചെയ്യാം, ഏത് ടെക്സ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇത് ഇവിടെ പറഞ്ഞ ഈ പാരഗ്രാഫാണ്. അപ്പോൾ ബാനറിനകത്തുള്ള പാരഗ്രാഫിന് മാത്രം നമ്മൾ വർക്ക് ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് ഇങ്ങനെ P ടാഗ് കൊടുക്കരുത്. P ടാഗ് കൊടുക്കുമ്പോൾ നമ്മുടെ പാരഗ്രാഫ് എവിടെയൊക്കെ വരണോ എല്ലായിടത്തും നമുക്ക് ചിലപ്പോൾ അഫക്റ്റ് ആവും. ഇവിടെ എല്ലാം അഫക്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാരൻറ്റിനെ യൂസ് ചെയ്ത് ബാനറിനകത്തുള്ള പാരഗ്രാഫ്സ് മാത്രം നമുക്ക് അതിൻ്റെ കളർ
ബ്ലാക്കിലേക്ക് മാറിയാൽ മതി. ഓക്കെ, സോ ബ്ലാക്കിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വൈറ്റ് ആണ്. ഓക്കെ, അപ് ടു ഹിയർ വൈറ്റ് ആയിരിക്കും. ഇനി 768 പിക്സലിലേക്ക് വരുമ്പോൾ ഇത് ബ്ലാക്കിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു പോം വഴി ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റിലേക്ക് മാറ്റുന്നതിൻ്റെ പകരം വൈറ്റ് ആയിട്ട് തന്നെ കിടന്നോട്ടെ. ഇതിന് ചുറ്റുവരം കുറച്ച് ഷാഡോ എനിക്ക് കൊടുക്കുകയാണ് വെച്ചെങ്കിൽ, ഡ്രോപ്പ് ഷാഡോ കൊടുക്കുകയാണ് വെച്ചെങ്കിൽ ഇത് റീഡബിലിറ്റി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ടെക്സ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ടെക്സ്റ്റ് ഷാഡോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ബോക്സ് ഷാഡോവും ടെക്സ്റ്റ് ഷാഡോ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ഷാഡോനകത്ത് നമുക്ക് ആകെ 4 പ്രോപ്പർട്ടിയേ വരുന്നുള്ളൂ. ആദ്യം ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ്, വെർട്ടിക്കൽ ഓഫ്സെറ്റ്, എത്രത്തോളം സ്പ്രെഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ കളർ ഏതാണ്. ഈ 4 വാല്യൂസ് ആണ്. അപ്പോൾ ആദ്യം ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 5 പിക്സലോളം കൊടുക്കുന്നുണ്ട്, 5 പിക്സൽസ്. അടുത്ത് വെർട്ടിക്കൽ ഓഫ്സെറ്റ്, അതും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 5 പിക്സൽസോളം കൊടുക്കുന്നുണ്ട്. സ്പ്രെഡ് എത്രത്തോളം വേണം നിങ്ങൾക്ക്, അതൊരു 5 പിക്സൽസ് കൊടുക്കുന്നു. ഏത് കളറിലാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് വൈറ്റ് കളറിൽ എടുക്കണം, അപ്പോൾ ബ്ലാക്ക് കളറിൽ ഷാഡോ വന്നോട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ബ്ലാക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഒന്ന് സേവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. കാണുന്നുണ്ടോ, ഷാഡോ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് നേരത്തെ ഡിസൈനിങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഓഫ്സെറ്റ് വേണ്ട, സെൻട്രലാണ് വേണ്ടത് വെച്ചെങ്കിൽ ഈ കാണുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, 0ലേക്ക് മാറ്റും. ഹൊറിസോണ്ടലായിട്ട് ഇത് ഓഫ്സെറ്റ് വേണ്ട, വെർട്ടിക്കൽ ഓഫ്സെറ്റും വേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് സെൻറ്ററിനായിരിക്കും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് റീഡബിലിറ്റി അവൈൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്പ്രെഡ് വാല്യൂ നിങ്ങൾക്ക് കുറയ്ക്കുന്ന വെച്ചെങ്കിൽ ഇത് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഒരു 15 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായി, കൂടുതൽ ബ്ലറായി പോയിട്ടുണ്ടാവും. ഇതേ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് 1 കൊടുക്കുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ, ഇവിടുത്തെ വാല്യൂ 0 കിടക്കുന്നത്. ഓക്കെ, ഇനി ഇതേ തന്നെ അതിൻ്റെ സ്പ്രെഡ് വാല്യൂ ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 3ലേക്ക് മാറ്റുന്നുണ്ട്. കാണുന്നുണ്ടോ, ഷാർപ്പായിട്ട് ഇതിൻ്റെ ഷാഡോ നമുക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എത്ര വേണ്ടിച്ചെങ്കിൽ ആ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുക. സ്പ്രെഡ് വാല്യൂസ് എത്ര വേണ്ടിച്ചെങ്കിൽ വാല്യൂസ് റീഡബിലിറ്റിക്ക് അനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം വർക്കൗട്ട് ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മൊബൈലിനകത്ത് യൂസ് ചെയ്ത പോലെ തന്നെ ഈ കാണുന്ന മെനു പോപ്പപ്പ് ഇവിടേക്ക് വരുമ്പോഴും വർക്കാവുമോ? യെസ്, ഓഫ് കോഴ്സ്, യെസ്, വർക്കാവുണ്ട് നമുക്ക്. റൈറ്റ്, ഓക്കെ, എലമെൻ്റ് എല്ലാം താഴത്തേക്ക് കറക്റ്റ് പക്ക നമുക്ക് എന്തായി ഷിഫ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേർഷൻ നമുക്ക് കറക്റ്റാണ്. അപ്പോൾ ബാനറിൻ്റെ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം സിംഗിൾ കോളായിട്ട് തന്നെ കിടന്നോട്ടെ, കാരണം വേറൊരു കാര്യം കൂടി നമുക്കൊന്ന് വേണമെങ്കിൽ ചെയ്യാം. ഈ കാണുന്ന 2 എലമെൻറ്റ്സും സൈഡ് ബൈ സൈഡ് വന്നിട്ട് ഇതെനിക്ക് 100% കാണണം. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം. അത് ഫൈനലായിട്ട് നമുക്ക് നോക്കി നോക്കാം. ബേസിക് ആയിട്ടുള്ള ആദ്യം കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേണ്ടത് ഈ കാണുന്ന ഐക്കൺസ് എനിക്ക് കോളം ബേസ്ഡ് ആയിട്ട് വരാതെ 2 ഇങ്ങനെയാണ് വേണ്ടത് എനിക്ക്. അപ്പോൾ ഈ കാണുന്ന കണ്ടെയ്നർ ഏതാണ് ആദ്യം ഡിറ്റക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈൽസാണ് ഫർദറായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ കാണുന്ന കോളത്തിന് ആദ്യം ഒന്ന് നമ്മൾ HTML എലമെൻറ്റിലൂടെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എത്രാമത്തെ സെക്ഷൻ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇത് നാപ്പ് പാർട്ടാണ്, ഇത് ബാനർ പാർട്ടാണ്. ബോഡിയിലേക്ക് വരുമ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ, ദിസ് വൺ ഈസ് തേർഡ് സെക്ഷൻ ആൻഡ് ഫോർത്ത് സെക്ഷൻ, ഫിഫ്ത്ത് സെക്ഷൻ. സെക്ഷൻ 5 ആണ്. സെക്ഷൻ 5ലേക്ക് ഒന്ന് വരുന്നുണ്ട്. യെസ്, സെക്ഷൻ 5. ഓക്കെ, അപ്പോൾ സെക്ഷൻ 5നകത്ത് നമ്മൾ റോസ്, ഇതാണ് നമ്മളിപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോ എങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകണമെന്ന് നോക്കി നോക്കാം. റൈറ്റ്, അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ഈ കാണുന്ന റോ ആണ് വേണ്ടത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഡോട്ട് സെക്ഷൻ 5ലേക്ക് വരുമ്പോഴേക്കും അതിനകത്തുള്ള റോ മാത്രം എനിക്ക് എന്തായിട്ടാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ഫ്ലെക്സ് ആയിട്ട് ബിഹേവ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളതൊന്നും ഫ്ലെക്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നില്ല. ഇതിലേക്ക് വരുമ്പോൾ മാത്രം ഫ്ലെക്സ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബിഹേവ് ആയി. ഓക്കെ, ഇനി അടുത്ത കറക്ഷൻ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി കണ്ട ഇത് ഈ കാണുന്ന ഫസ്റ്റ് എലമെൻറ്റ് മാത്രം ടോപ്പിൽ വരുന്നുണ്ട്, താഴെയുള്ളതല്ല. ഇതെല്ലാം നമുക്ക് ലൈക്ക് കുറച്ചും കൂടി ഒന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മൊബൈൽ വേർഷനകത്ത് നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് എലമെൻറ്റ് ഒഴിവ് ഒരു നമ്മുടെ സിബ്ലിംഗ് സെലക്ടർ പ്ലസ് യൂസ് ചെയ്തിട്ട് ഈ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ടോപ്പ് മാർജിൻ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെക്ഷൻ 5നകത്തുള്ള എലമെൻറ്റ്. അപ്പോൾ സെക്ഷൻ 2, സെക്ഷൻ 4 വരെ വന്നിട്ടുണ്ട്. സെക്ഷൻ 5 ഇതേ കാണുന്നുണ്ട്, സെക്ഷൻ സ്റ്റൈൽസ്. സെക്ഷൻ 5നകത്തുള്ള കോളത്തിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ. ഓക്കെ, സെക്ഷൻ 5നകത്തുള്ള കോളം പ്ലസ് കോളം മാർജിൻ ടോപ്പ് 0 ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി ഒന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യാൻ പോവുകയാണ്.
സെക്ഷൻ 5 മാത്രം ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 5 കോളം പ്ലസ് കോളത്തിൻ്റെ മാർജിൻ ടോപ്പ് വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് എല്ലാം ഒരേ ലെവൽ വന്നു. ഇനി അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാബ് വ്യൂനോടെ ഈ 4 എലമെൻറ്റ്സിനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിപ്പോൾ വിത്ത് കണ്ട വിത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തു തുടങ്ങും. ഇതിൻ്റെ സ്പേസ് കൂടുതൽ, ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് സ്പേസസ് ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എനിക്ക് വേണമെന്ന് വെച്ചാൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ 5 കോളത്തിൻ്റെ ബോർഡർ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. 1 പിക്സൽ സോളിഡ് റെഡിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടോ, എല്ലാം ഡിഫറെൻറ്റ് സൈസസിലാണ് വന്നു കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു റോനകത്ത് 2 എലമെൻറ്റാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, സെക്ഷൻ 5 എല്ലാ കോളത്തിനും വിത്ത് ഞാൻ എന്ത് ചെയ്യുന്നു 50% എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 100% വിൻഡോ. ആ വിൻഡോയിൽ 50% ആണ് ഒരു കോളം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഏത് റോ ഏതിനകത്തുള്ളതാ. ഓക്കെ, ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു റീസണും കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിംഗ് ഇതിൽ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ എത്ര 50% കൊടുത്തിട്ടും ഇത് കാര്യമില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ റോനകത്ത് ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലൈക്ക് ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയും കൂടി നമ്മൾ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇതിനെ റാപ്പ് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ കറക്റ്റായോ നമുക്ക്. അപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു, റാപ്പ് ചെയ്തു. അപ്പോൾ ഈ ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തില്ല വെച്ചാൽ നിങ്ങൾ എത്ര വിത്ത് കൊടുത്തിട്ടും കാര്യമില്ല. വിത്ത് എത്ര 100 200 എത്ര കൊടുത്താലും ആ ഒരു ലൈനിൽ തന്നെയാണ് ഇത് വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ വരുന്നുണ്ട് കണ്ടെയ്നറിന് അത്രയും നമ്മൾ വിത്ത് കൊടുത്തിട്ടുണ്ട്. ആ വിത്ത് നിങ്ങൾക്ക് കറക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെന്ത് ചെയ്യണം, ഫ്ലെക്സ് റാപ്പ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഏതിനകത്ത് ഞാൻ കൊടുത്തിട്ടില്ല, എല്ലാത്തിനകത്തും ഞാൻ കൊടുത്തിട്ടില്ല. നമ്മുടെ റോ 5 മാത്രമല്ല, അപ്പോൾ സെക്ഷൻ 5 റോന് മാത്രമേ ഈ ഫ്ലെക്സ് റാപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് സ്പേസ് നമുക്ക് വന്നോട്ടെ. എവിടെയാണ് നമുക്ക് സ്പേസ് വേണ്ടത്? ഓക്കെ, ഒന്നല്ലെങ്കിൽ ഈ കാണുന്ന 2 എലമെൻറ്റ്സിൻ്റെ ടോപ്പ് മാർജിനോ അല്ലെങ്കിൽ ഈ കാണുന്ന 2 എലമെൻറ്റ്സിൻ്റെ ബോട്ടം മാർജിൻ. ഓക്കെ, അപ്പോൾ അതാദ്യം നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് 1 2 3 4 ഇങ്ങനെയാണല്ലോ ഓർഡർ വരിക. അപ്പോൾ 1 2 ഈ 2 എലമെൻറ്റ്സിൻ്റെ ബോട്ടം മാർജിൻ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, സെക്ഷൻ 5 ഡോട്ട് കോൾ ഓക്കെ nth സെലക്ടർ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ nth ചൈൽഡ്, എത്രാമത്തെ ചൈൽഡ്, ഫസ്റ്റ് ചൈൽഡിന് ഞാൻ എന്ത് ചെയ്യുന്നു, മാർജിൻ ബോട്ടം അറൗണ്ട് ഒരു 40 പിക്സൽസ് വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാർജിൻ ബോട്ടം വന്നോ? ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ആയിക്കോളും. ഓക്കെ, ഇനി ഇതിനും വീണ്ടും കൊടുക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക്. ശരി, അങ്ങനെ കൊടുക്കുകയാണ് ചങ്ങ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കോമ്പിനേറ്റർ യൂസ് ചെയ്ത്, അപ്പോൾ കൊമ യൂസ് ചെയ്ത് രണ്ടാമത്തെ ചൈൽഡിനും എനിക്ക് 40 പിക്സൽസ് വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ചൈൽഡ്. ഓക്കെ, അപ്പോൾ വലിയ വേരിയേഷൻ ഒന്നും ഇല്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഫ്ലെക്സ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്തായിരിക്കും, ഡിഫോൾട്ടായിട്ടെല്ലാം അതിൻ്റെ വേർട്ടിക്കൽ എലമെൻറ്റ് ടോപ്പാണ്. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഒരു മാറ്റമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഓക്കെ. ഇനി അടുത്ത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന എലമെൻറ്റ്സിന് ഇപ്പോൾ നമുക്ക് ഈ ബോർഡർ ഓഫ് ചെയ്യാന്ന് വെച്ചാൽ കണ്ട ഈ ടെക്സ്റ്റൊക്കെ എക്സ്ട്രീം റൈറ്റും അടുത്ത കോളത്തിൻ്റെ ടെക്സ്റ്റ് എക്സ്ട്രീം ലെഫ്റ്റിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എനിക്ക് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഓവറാൾ എൻ്റെ കോളത്തിന് ഓക്കെ ഓവറാൾ കോളം എന്ന് പറയുമ്പോൾ സെക്ഷൻ 5 കോളത്തിൻ്റെ വിത്ത് കുറച്ച പോലെ തന്നെ ഇതിൻ്റെ പാഡിങ് ഞാൻ എന്ത് ചെയ്യുന്നു, 4 സൈഡിലും ഒരു 20 പിക്സൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എനഫ് സ്പേസ് വന്നിട്ടുണ്ട്. ഓക്കെയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ചെയ്തു. ബോർഡർ ഞാൻ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാബിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്തായി, നീറ്റായിട്ട് 4 കോളത്തിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പിന് പുറത്തേക്ക് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പേസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു. 20 പിക്സൽസ് മതി. ഓക്കെ, ഒരു നോമിനൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് നമ്മൾ ഫുട്ടറിലേക്ക് മാറുകയാണ്. ഫുട്ടറിലേക്ക് മാറുമ്പോൾ ഇതിനെനിക്ക് എഡിറ്റ് ചെയ്യേണ്ട, പകരം ഈ കാണുന്ന 2 കോളത്തിന് ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മളൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫുട്ടറിലേക്കാണ് നമ്മൾ സെക്ഷൻസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫുട്ടറിനകത്ത് കണ്ടെയ്നർ റോ, അതിനകത്ത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളം.
ഫസ്റ്റ് കോളം ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴേക്കും കണ്ട ഇതുവരെ നമുക്ക് ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ഈ ഒരു H2ഉം 2 പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ഒരു H2 2 പാരഗ്രാഫ്. ആൻഡ് സെക്കൻഡ് കോളം ഫസ്റ്റ് കോളം പോലെ തന്നെ രണ്ടാമതൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ കോളത്തിൽ എന്തായി നമുക്ക് ലൈക്ക് ഇത് ഇങ്ങനെയാണ് വന്നു കൊടുക്കുന്നത്. ഓക്കെ, ഇത്ര എലമെൻറ്റ്. മൂന്നാമത്തെ കോളമാണിത്. ആൻഡ് ഫോർത്ത് കോളമാണ് നിങ്ങളുടെ ഐക്കൺസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇതിൻ്റെ രണ്ടാമത്തെ കോളം അതുപോലെ തന്നെ മൂന്നാമത്തെ കോളം, ഈ രണ്ട് കോളത്തിനും എനിക്ക് എന്ത് ചെയ്യണം, ലൈക്ക് ഇപ്പോൾ എല്ലാം സ്റ്റാക്ക്ഡ് ഓർഡറിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ വിത്ത് ഒരു 50%, ഇതിൻ്റെ വിത്ത് ഒരു 50% എന്ന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഫുട്ടറിനകത്തുള്ള കോളത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ ഫുട്ടറിന് വേണ്ടിയിട്ടാണ്. സോ ക്ലാസ് ഫുട്ടറിന് തന്നെ കൊടുത്തിട്ടുണ്ട്, നോ പ്രോബ്ലം. സോ ഫുട്ടറിനകത്തുള്ള എല്ലാ കോളത്തിനും ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോർഡർ 1 പിക്സൽ സോളിഡ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. സോറി, അപ്പം നമ്മൾ ആ ഫുട്ടർ സെക്ഷനിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, എല്ലാം 100% ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ കാണുന്ന 2 എലമെൻറ്റ്സിന് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിൻ്റെ വിത്ത് 50% കൊടുത്തിട്ട് സ്റ്റാക്കിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് സൈഡ് ബൈ സൈഡ് വരണമെങ്കിൽ നമ്മുടെ എത്രാമത്തെ ഈ ഫുട്ടർ എന്ന് പറയുന്ന കണ്ടെയ്നറിനകത്തുള്ള റോ എന്തായി മാറണം, ഫ്ലെക്സിലേക്ക് മാറണം. അപ്പോൾ അത് ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യാൻ പോവുകയാണ്. ഡോട്ട് ഫുട്ടറിനകത്തുള്ള റോ, നേരത്തെ നമ്മൾ 5ാമത്തെ സെക്ഷനകത്തുള്ള റോന്ന് മെൻഷൻ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ഡിസ്പ്ലേ കൊടുക്കുന്നുള്ളൂ, ഫ്ലെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ഫ്ലെക്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണ് വെച്ചെങ്കിൽ കണ്ട എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സൈഡ് ബൈ സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഫസ്റ്റ് കോളം എനിക്ക് 100 തന്നെ വേണം. ഇത് രണ്ടും മാത്രമേ നമുക്ക് 50-50 വരണം. ഇത് നമുക്ക് 100 വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഫുട്ടറിനകത്തുള്ള കോളത്തിൻ്റെ ബോർഡർ നമ്മൾ ചെക്ക് ചെയ്തു. ഫുട്ടറിനകത്തുള്ള ഡോട്ട് കോളത്തിനകത്തുള്ള nth ചൈൽഡ് 1ൻ്റെ വിത്ത് എനിക്ക് എന്ത് വേണം, 100%. ഓക്കെ, നോക്കിയേ വർക്കാവുണ്ടോ, ഇല്ല. അപ്പോൾ ഇവിടെ പ്രോബ്ലം എന്താ, നമ്മുടെ ഈ റോനകത്ത് ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്തായി, 100% നമുക്ക് വന്നു. കൂൾ. ഇനി ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം, 50%ലേക്ക് മാറ്റണം. അത് എത്രാമത്തെ ചൈൽഡാണ്, നമുക്ക് ഫുട്ടറിനകത്തുള്ള കോളം, അതായത് 2ാമത്തെ ചൈൽഡും 3ാമത്തെ ചൈൽഡും. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ചൈൽഡിൻ്റെ വിത്ത് 50%ലേക്ക് മാറ്റണം. 50% വന്നു. അപ്പോൾ ഇതും കൂടി നമുക്ക് 50%ലേക്ക് മാറ്റാം. അപ്പോൾ കോമ്പിനേറ്റർ യൂസ് ചെയ്ത് 2, 3 ആണല്ലോ. അപ്പോൾ കോമ യൂസ് ചെയ്ത് അടുത്ത വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്, 3ാമത്തെ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ. യെസ്, നമ്മൾ ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ വന്നു. ഇനി ഇതെനിക്ക് എന്താ വേണ്ടത്, 100% വേണം. ഓക്കെ, സോ ഈ കാണുന്ന സെലക്ടർ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യാണ്. ഏതൊക്കെയാണ്, 4th എലമെൻറ്റ്. സോ 4th എലമെൻറ്റും നമുക്ക് എന്തായി, 100%ലേക്ക് നമുക്ക്. കൂൾ, ക്ലിയർ ആണോ? അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ബോർഡർ പഴയ പോലെ തന്നെ ഇതിൻ്റെ കോളത്തിൻ്റെ ബോർഡർ ഓഫ് ചെയ്യുന്നുണ്ട്. നൗ ഇഫ് യു ഫോക്കസിങ്, കൂൾ. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വരുമ്പോഴോ ഇതെന്തെങ്കിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഒരു അഫക്ഷനും വന്നിട്ടില്ല. എല്ലാം സിംഗിൾ കോളാണ്, എല്ലാം പെർഫെക്റ്റ് ആണ് നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മെയിലിലേക്ക് വരുമ്പോഴേക്കും ഇവിടെയും എല്ലാം ഓക്കെയാണ്. മെനൂസും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ആവുന്നുണ്ട്. ഓക്കെ, അടുത്ത ലെവലിലേക്ക് വരുമ്പോഴും നമുക്ക് മെനൂസിനെ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ഓക്കെ, ആൻഡ് ബാനർ നമ്മളൊന്ന് കറക്റ്റ് ചെയ്തു ടാബിലേക്ക് വരുമ്പോൾ. ആൻഡ് ഇതിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, ലൈക്ക് 4 കോളാക്കി മാറ്റി. ഇതിന് നമ്മൾ സൈഡ് ബൈ സൈഡ് ഈ കാണുന്ന കണ്ടന്റ് മാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു സെക്ഷൻ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന സെക്ഷൻ ടാബിലേക്ക് വരുമ്പോൾ ഈ ഹൂ വി ആർ, വാട്ട് വി ഡു, ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് വേണം. ഹൗ വി സെർവ് എന്ന് പറയുന്നത് അടുത്ത റോല് 100% വേണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലാവുന്നുള്ളൂ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, ബാനർ കഴിഞ്ഞിട്ട് വരുന്ന സെക്ഷൻ 1. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഓർഡറിൽ തന്നെ സെറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ മീഡിയനകത്ത് ബാനർ കഴിഞ്ഞിട്ട് ബാനർ പാരഗ്രാഫ്, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡോട്ട് സെക്ഷൻ 1 ഉള്ള എല്ലാ കോളത്തിൻ്റെയും ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് വളരെ ഹെൽപ്പിംഗ് ആണ് ഈ ബോർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അതിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുന്നു നമ്മൾ, പിന്നെ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഡോട്ട്
പ്രയോറിറ്റി കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് .section 1 അകത്തുള്ള റോ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഡിസ്പ്ലേ ഇതിനെ ഫ്ലെക്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സിമ്പിൾ, എല്ലാം സൈഡ് ബൈ സൈഡ് വന്നിട്ടുണ്ട്. ഇനി ഈ പ്രോബ്ലം നിങ്ങൾക്ക് അറിയാതെ തന്നെ മനസ്സിലായല്ലോ ഇത് എന്തുകൊണ്ടാണ് താഴത്തേക്ക് ഇറങ്ങണമെന്നുള്ളത്. കാരണം സെക്ഷൻ 1 നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ എല്ലാ വ്യൂവിനകത്ത് ബോട്ടമാണ്. അപ്പോൾ ഇതിന് മാർജിൻ ടോപ്പോ അല്ലെങ്കിൽ മാർജിൻ ബോട്ടം എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ സിബ്ലിംഗ് സെലക്ടർ പ്ലസ് യൂസ് ചെയ്തിട്ടാവും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. നമ്മുടെ സെക്ഷൻ 1 സൈൻ അപ്പ് ഇൻപുട്ട് ബാനർ കഴിഞ്ഞിട്ട് സെക്ഷൻ, ഓക്കെ കണ്ടോ, സെക്ഷൻ 1 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 1 കോളത്തിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി കോപ്പി ചെയ്യുന്നുണ്ട്. നമ്മുടെ മിൻ വിത്ത് 768 പിക്സൽസിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പോയിന്റ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 1 സിബ്ലിംഗ് സെലക്ടറാണ്, അഡ്ജസൻറ്റ് സിബ്ലിംഗ് സെലക്ടർ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മാർജിൻ ടോപ്പ് മാറ്റിയിട്ട് 0ലേക്ക് മാറ്റുന്നു. ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഒരേ ലെവലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് നമുക്ക് വരണമെന്ന് അറിയാമല്ലോ. എനിക്ക് ഇത് രണ്ടും 50-50%, ഇത് 100%ലേക്ക് മാറ്റണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ ഇവിടെ കോളം കഴിഞ്ഞതിന് ശേഷം ഓക്കെ .section 1 .column nth child 1 അതിൻ്റെ വിത്ത് എത്രയാണ് നമുക്ക് വേണ്ടത്, 50% പറഞ്ഞു കൊടുക്കുന്നു. റീഫ്രഷ് ചെയ്യേണ്ടത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത 50% അല്ല വന്നു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ എന്താ, നമ്മുടെ ഈ സെക്ഷൻ 1 റോൻ്റെ ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി റാപ്പിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എന്തായി, ഓക്കെ 50%. അപ്പോൾ ഇത് ഡിഫോൾട്ട് 100 ആണ്. അപ്പോൾ ഇതിന് 50ലേക്ക് മാറ്റി സ്റ്റാക്ഡ് ആക്കി മാറ്റാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ സെക്ഷൻ 1 ഈ കാണുന്ന ക്ലാസ്സിനെ കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ എലമെൻറ്റ് വേണ്ടിയിട്ട് കോമ യൂസ് ചെയ്ത് ഇതിൻ്റെ രണ്ടാമത്തെ എലമെൻറ്റും 50%ലേക്ക് മാറണം. സ്റ്റാക്കായി, ഇത് 100% ആയി. ഇനി ആകെ നമുക്ക് വേണ്ട പ്രോബ്ലം എന്താ, ഈ കാണുന്ന എല്ലാ എലമെൻറ്റ്സിനും പാഡിംഗ് ഒന്ന് കൊടുക്കണം. അപ്പോൾ പാഡിംഗ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 1 എല്ലാ കോളത്തിനും ഞാൻ എന്ത് ചെയ്യുന്നു, പാഡിംഗ് ഒരു 20 പിക്സൽസോളം അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റായാൽ നമുക്ക് ഈസിയാണ്. ഇനി ആ ബോർഡർ ഞാൻ റിമൂവ് ചെയ്യുന്നു. യെസ്, ദിസ് ഇസ് വാട്ട് യു വാണ്ട്. ക്ലിയർ ആണോ ഗൈസ്? ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇതിനെ എഫക്റ്റീവായിട്ട് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ, സിംഗിൾ കോളായിട്ട് തന്നെ കിടന്നോട്ടെ. ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പോൾ മാത്രം ഈ കാണുന്ന എലമെൻറ്റിനെ ഡബിൾ കോളത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഓക്കെ ആണോ ഗൈസ്? അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇതുവരെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ലെക്ചറിൽ ഇതിനെ എങ്ങനെ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആക്കി മാറ്റാം എന്നുള്ള സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ വേണം, മെനൂസ്, ഈ കാണുന്ന ഹാംബർഗർ ഐക്കൺ ഇവിടുന്ന് ഒഴിവാവണം, പകരം മെനു നമുക്ക് കാണണം. ഓക്കെ, ബാനറിനകത്ത് ഇത് 2 കോളായിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് ഡിഫോൾട്ടായിട്ട് 3 കോളായിട്ട് തന്നെ കിടന്നോട്ടെ. ഓക്കെ, ഇത് 2 കോളായി മാറണം. ഇത് സെയിം, ഒരു കുഴപ്പമില്ല, സിംഗിൾ കോളാണ്. ഇത് 2 കോളം, ഇത് നമുക്ക് 4 കോളായി മാറണം. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, 4 കോളമായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം ഒരു റോനകത്ത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു സെഷൻ ഇതോടുകൂടി കഴിഞ്ഞു. അടുത്ത സെഷൻ നോക്കി നോക്കാം.